ദുരന്തമുണ്ടായി കൃത്യം 20 മാസമാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് ആ വീടുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. കാമനെന്നിവനെ സ്ത്രീകൾ കാലനെന്നോർത്തു വൈരികൾ. ഈ മട്ടാണെങ്കിലും ഗർഭദാതാവാണെന്നും ഗുരുത്തമില്ലാത്തവനെന്നും എതിരാളികൾ ആക്ഷേപിക്കുമെങ്കിലും അവൻ വീട്ടിലിരുന്ന് പണിയുകയാണ് സുഹൃത്തുക്കളെ. പിണറായി വിജയന്റെ ഉച്ചാന്തലക്കിട്ടാണ് അവന്റെ പണിയെല്ലാം. ആ ഞൊട്ടിൽ മഹാന്റെ ശിരസ് പിളർന്നു. വയനാടിന്റെ പേര് പറഞ്ഞ് മുഖ്യതിന്റെ സകല കഥകളും കണക്കുകളും അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കളത്തിലിറങ്ങി കളിക്കുന്ന കോൺഗ്രസുകാർക്ക് പറയാനറിയാത്തതും പറഞ്ഞാൽ മനുഷ്യന് ദഹിക്കാത്തതുമായ വയനാടൻ ദുരന്തകഥയാണ് രാഹുൽ മാങ്കൂട്ടം ലോകത്തോട് വിളിച്ചു പറയുന്നത്. വീടെവിടെ? ന്യായമായ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ 2 വർഷത്തോടടുക്കുമ്പോൾ വീടെവിടെ എന്ന ആ ചോദ്യം ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ എന്റെ സംശയം, വീടെവിടെ എന്ന ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടാണോ അതോ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടാണോ? കണക്ക് പറഞ്ഞും ചോദിച്ചും മുന്നോട്ടു പോകാമെന്ന തലക്കെട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടത് 3 മില്യൺ ആളുകളാണ്. 37,400 ഷെയർ, 25,300 കമന്റ്. ഈ നാട്ടിലെ പൂമരന്റെയും പിണറായി വിജയന്റെയും സെലിബ്രിറ്റികളുടെയും ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഇതുവരെ കിട്ടാത്തത്ര വ്യൂസ്. ഇത് കണക്കുകൾ കൊണ്ടുള്ള ഒരു കളി തന്നെയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? പിണറായി വയനാടിനെ ഒരു ഉരുളയാക്കി വിഴുങ്ങിയതിൻ്റെ കണക്ക് അത്രയേറെ ഭീകരമായിട്ടാണ് രാഹുൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രകൃതി ഒറ്റ രാത്രി കൊണ്ട് കലിതുള്ളി മനുഷ്യരെയും സ്ഥാപന ജംഗമ സ്വത്തുക്കളെയും കവർന്നെങ്കിലും പിണറായി ഒരു ശവം തൂക്കുകാരൻ്റെ ആർത്തിയോടെ വെട്ടിവിഴുങ്ങിയ കോടികളുടെ കഥ ഇത്ര ക്ലാരിറ്റിയോടെ പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ ദുരന്തമായത് പ്രകൃതിയാണോ പിണറായി വിജയനാണോ ആരും സംശയിച്ചു പോകും. ഗുണനപ്പട്ടിക നിരന്നു നിന്ന് ആ കൊള്ളയുടെ കണക്ക് ലോകത്തോട് വിളിച്ചു പറയുന്നു. അപ്പോഴും പിണറായിക്ക് കുലുക്കം ഏതുമില്ല. അതോടെ യഥാർത്ഥ ശവം തൂക്കികൾ ആരാണെന്ന് ജനത്തിന് മനസ്സിലായി. ഏതാനും കമ്മികൾ വന്ന് ഗർഭകഥ പറഞ്ഞ് തെറി വിളിച്ചു പോയെങ്കിലും രാഹുൽ അവതരിപ്പിച്ച കണക്കിന് മീതെ വയ്ക്കാൻ സർക്കാരിനും പാർട്ടിക്കും കമ്മികൾക്കും ഒന്നുമില്ല. വയനാട്ടിൽ ആകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത തുക 778 കോടി രൂപ. ആ 778 കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക 299. അതായത് മിച്ചം 479 കോടി. അതിലേക്ക് വെറുതെയാണോ ഇങ്ങനെ ഒരുത്തിനെ ഒതുക്കാൻ അതിജീവിതമാരെ ഒരു പാക്കേജ് ആക്കി പിണറായി സർക്കാർ അവതരിപ്പിച്ചത്? പാർട്ടി സീറ്റ് നിഷേധിച്ചാലോ പുറത്താക്കിയാലോ മറുകണ്ഠം ചാടി അതുവരെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും പറയാനുള്ളതെല്ലാം പറയുന്ന സ്വാർത്ഥന്മാരുടെ കാലത്താണ് ഈ രാഹുൽ ശരിക്കും മാതൃകയാകുന്നത്. അക്കാര്യത്തിലെങ്കിലും പിണറായി വിജയനും കമ്മികളും അയാളെ അംഗീകരിക്കേണ്ടതല്ലേ? വർഗവഞ്ചകനായ ജി സുധാകരനേക്കാൾ എത്രയോ ഭേദമാണ് കെ സുധാകരൻ എന്ന് പിണറായി തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തതുമാണ്. ഒരു കാരണം പോലും ചോദിക്കാതെ ഒറ്റ രാത്രി കൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടും അയാൾ പാർട്ടിക്കെതിരെ മത്സരിച്ചില്ല. സതീശനെയും രമേശനെയും തെറി വിളിച്ചില്ല. ഇന്നലെ വരെ കൊണ്ടു നടന്ന രാഷ്ട്രീയം കൂടുതൽ മൂർച്ചയോടെ തേച്ചു മിനുക്കി പണി തുടരുകയാണ്. രക്തസാക്ഷികളെ വിറ്റു നിന്നിട്ടും മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായ കോടികൾ ഉൾപ്പെടെ ബാങ്കുകൾ വിഴുങ്ങിയിട്ടും ശത്രുക്കളെ വെട്ടിയരിഞ്ഞു കൊന്നിട്ടും സ്വരാജിന് തോന്നിയതേയില്ല CPM ശവം തൂക്കുകാരാണെന്ന്. ഗോവിന്ദനേക്കാൾ മാരകമായ പരിക്കുകളാണ് ഇഷ്ടികയെ അടുക്കി വെച്ചതുപോലെയുള്ള വാക്സാമർത്ഥ്യവുമായി പാർട്ടി ശുദ്ധീകരിക്കാനിറങ്ങിയ സ്വരാജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചതുരവടിവിൽ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്നും പുറപ്പെടും പോലെ ജീവനില്ലാത്തതാണ് സ്വരാജിൻ്റെ വാക്കുകൾ. ഒച്ചയുണ്ട്, വാക്ശുദ്ധിയുണ്ട്. പക്ഷേ മനഃശുദ്ധിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ ആളുകളെ ആകർഷിക്കാൻ കഴിയൂ. അല്ലാത്തതെല്ലാം വെറും വാചാട്ടോപങ്ങൾ മാത്രമാകും. പാർട്ടിയിൽ ഇല്ലായിരുന്നിട്ടും ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാകണമെന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിൻ്റെ ചോദ്യങ്ങൾ മൂലാധാരത്തിൽ തറച്ചതോടെ ശവം തൂക്കികൾ കൊക്കുമുരച്ച് സ്ഥലം വിട്ടു. സ്വരാജ് വാർത്താ സമ്മേളനത്തിലിരുന്ന് ചർവിത ചർവണം നടത്തിയ ശേഷം ശവം തൂക്കി എന്ന വാക്ക് കൈരളിക്ക് ദാനം ചെയ്തു. പക്ഷെ ഒരുത്തനും തോന്നിയില്ല ചോദിക്കാൻ, മിസ്റ്റർ ബ്രോക്കർ പൂമരൻ, അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ നിങ്ങൾ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നുവെന്ന് അന്വേഷിച്ചോ? അതിനുള്ള ബ്രോക്കർ കമ്മീഷനൊക്കെ കിട്ടിയായിരുന്നോ? അന്ന് പറഞ്ഞ ആ നെറുകേടിൽ സഖാവ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോടെ ഉണങ്ങിയ പൂമരൻ വേരും പറിച്ച് ഓടിയേനെ. ശാസ്ത്രീയ കുറ്റാന്വേഷണ സംഘം എന്ന് പറയും പോലെ ശാസ്ത്രീയമായി എങ്ങനെ കൊള്ള നടത്താമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്നൊരു സ്ഥാപനമാണ് പിണറായി വിജയൻ്റെ ഊരാളുങ്കൽ. പുറമേ അടിച്ച പെയിൻ്റ് അല്ലാതെ വയനാട്ടിലെ വീടുകളുടെ അകത്തൊന്നും ആയിട്ടില്ല പണി. ഒരാളും ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ടില്ല. വിവിധ ഭാഗങ്ങളിൽ കുറേ കമ്പനികളെ വിന്യസിച്ച് നിർത്തി. വരുന്നതും പോകുന്നതുമായ സകല ചാനലുകൾക്കും പിണറായി മഹാത്മ്യം വിവരിച്ചു കൊടുത്തു.
ബാക്കി പണി പൂർത്തിയാക്കി വീട് കൈമാറുന്ന പണി അടുത്ത സർക്കാർ ചെയ്യേണ്ടി വരും. കിട്ടിയ 778 കോടിയിൽ ടൗൺഷിപ്പിന് മുടക്കിയത് 299 കോടി മാത്രം. അതിൽ നിന്നും ഊരാളുങ്കലിൻ്റെ വിശപ്പ് മാറ്റിയിട്ട് വേണം പണി നടത്താൻ. ടെൻഡറില്ലാതെ എങ്ങനെയാണ് CPM-ൻ്റെ ലേബർ സൊസൈറ്റിക്ക് പണി നൽകുന്നത്? അതൊക്കെ വിജയൻ്റെ വിവേചനാധികാരത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. 487 പേർക്കാണ് വീട് നൽകേണ്ടത്. അതിൽ 85 പേർ കാശ് വാങ്ങി രക്ഷപ്പെട്ടു. ഈ 487 പേർക്ക് 1.5 കോടി വെച്ച് കൊടുക്കാനുള്ള കാശ് സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ നാട്ടിലെ ജനങ്ങൾ. കർണാടക സർക്കാർ നൽകിയത് 20 കോടിയാണ്. DYFI പിരിച്ച കാശ് ഡെപ്പോസിറ്റ് ചെയ്തു. അതിൻ്റെ പലിശ 1,16,00,000 ഏതവൻ്റെ വായിൽ പോയി എന്നതിന് യാതൊരു തുമ്പുമില്ല. ഇവിടെ ആരാണ് ശരിക്കും ശവം തൂക്കികൾ? ശവം തീനികളെന്നല്ലേ ഇവരെ പറയേണ്ടത്? പൊടിയും തട്ടി ഇറങ്ങിപ്പോകും മുമ്പ് വിജയൻ കണക്ക് പറയണം. വയനാട്ടിനായി പിരിച്ച കോടികൾ എന്തു ചെയ്തു? ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ദുരിതാശ്വാസത്തിൻ്റെ നിധിയും തുറന്നു വെച്ച് ഒരിക്കലുമില്ലാത്ത കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന മുഖഭാവവുമായി പിണറായി വിജയൻ വന്നങ്ങോട്ടിരിക്കും. എന്നിട്ട് ചോദിക്കും, നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ? അതോടെ പെട്ടി നിറയും. അതടച്ച് സ്ഥലം വിടും. ഇത് തട്ടിപ്പാണെന്ന് വിളിച്ചു പറഞ്ഞവരൊക്കെ ദേശദ്രോഹികളായി കേസിൽ പ്രതിയായി. ഇങ്ങനെ ഒരു പകൽക്കൊള്ള ദുരന്തത്തിൻ്റെ പേരിൽ നടത്തിയിട്ട് ഈ കമ്മികൾ ചോദിക്കുകയാണ്, നിങ്ങൾ പിരിച്ച കാശ് എവിടെയെന്ന്. കോൺഗ്രസ് പിരിച്ചതിൻ്റെ കാശും അവർ കണക്ക് പറയേണ്ടി വരും. അമ്പലം വിഴുങ്ങിയതിന് 17 സഖാക്കൾ അകത്തു പോയപ്പോൾ ഇവർ പറഞ്ഞത് കട്ടത് കോൺഗ്രസ് ആണെന്നാണ്. കോൺഗ്രസ് മോഷ്ടിച്ചാലും സഖാക്കൾ ജയിലിൽ പോകേണ്ടി വരുന്നത് എന്തൊരു ഭരണ പരാജയമാണ്. 3 രക്തസാക്ഷികളെ വിറ്റു തിന്നതിൻ്റെ കണക്കിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കണക്ക് ചോദിച്ചവൻ കള്ളനായി, വർഗവഞ്ചകനായി. ഈ M സ്വരാജ് മുടി ചീകാനെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? അതോ മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാനേ എന്ന പോലെ കബനി നദിയിലാണോ മുഖം നോക്കുന്നത്? നിങ്ങളുടെ മുഖം നിങ്ങൾ ശരിക്കൊന്ന് കാണണം. ഇങ്ങനെ ഒരുത്തനും വേണ്ടാത്തവനെയൊക്കെ വേണം പാർട്ടിയുടെ അധികാര ശബ്ദമായി നാളെ കൊണ്ടുവരാൻ. ഗോവിന്ദൻ്റെ കോമഡിയേക്കാൾ അൺസഹിക്കബിളാണ് ഒരുമാതിരി കോക്രി പിടിക്കുന്നത് പോലെയുള്ള M സ്വരാജിൻ്റെ വാർത്താ സമ്മേളനം. സ്വരാജിന് പറ്റുന്നത് പാർട്ടി സെക്രട്ടറിയുടെ പദവി തന്നെയാണ്. പിണറായിക്കും ഗോവിന്ദനും ശേഷം പാർട്ടിയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് അദ്ദേഹം. മഹാപാപം പറഞ്ഞിട്ട് VS-ൻ്റെ കാലിൽ തൊട്ട് നാട്ടുകാരുടെ മുമ്പിൽ വന്ദിച്ചതുകൊണ്ട് മാത്രം ഉപ്പ് നോക്കാനെങ്കിലും നിയമസഭയിൽ എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് പെൻഷൻ കിട്ടും. ഇനി ഒരിക്കലും അതിനുള്ള അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനാണ്, ഗർഭഛിദ്രക്കാരനാണ്, കൊമ്പനാനയ്ക്ക് വരെ ഗർഭമുണ്ടാക്കുന്നവനാണ്. ഇതൊക്കെയാണ് കമ്മികൾ പറയുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടാൽ കോടതി അതിനുള്ള മരുന്ന് അയാൾക്ക് കൊടുക്കും. പക്ഷേ അയാൾ ചോദിച്ച കണക്ക് ഇളകാതെ നിൽക്കുകയാണ്. കമ്മ്യൂണിസം സകലത്തിൻ്റെയും അർത്ഥം മാറ്റിമറിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഇളകാതെ നിൽക്കുന്നത് ഗുണനപ്പട്ടിക മാത്രമാണ്. അത് സഖാക്കൾക്കും ബാധകമാണ്.